ഈ ഇൻപുട്ട് ഫീൽഡിലേക്ക് ഞാനൊരു കമാൻഡ് ഇൻജെക്റ്റ് ചെയ്യുന്നു. സോ ഈ ഒരു കമാൻഡ് ഈ ഒരു ഇൻപുട്ട് ഫീൽഡ് അക്സെപ്റ്റ് ചെയ്തിട്ട് ഇത് നമ്മളുടെ OS എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതിനുശേഷം ആ ഒരു റിസൾട്ട് നമുക്കിവിടെ വരുന്നു. ഹേ എവരിവൺ, ഞാൻ മനു. ഞാനൊരു സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റാണ്. നമ്മൾ പ്രീവിയസ്ലി കമാൻഡ് ഇൻജെക്ഷൻ എന്താണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെ കമാൻഡ് ഇൻജെക്ഷൻ പ്രാക്ടിക്കലി ഫൈൻഡ് ചെയ്യാം, ഇത് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. സോ പ്രീവിയസ്ലി നമ്മൾ ക്ലിയർ ആയിട്ട് കമാൻഡ് ഇൻജെക്ഷൻ എന്തുകൊണ്ടുണ്ടാകുന്നു തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും അതുകൂടെ കാണണം. എങ്കിൽ മാത്രമേ നിങ്ങൾ ഈ ഒരു വൾനറബിലിറ്റിയെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഐഡിയ കിട്ടുകയുള്ളൂ. ഇന്നത്തെ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കമാൻഡ് ഇൻജെക്ഷൻ എങ്ങനെ ചെയ്യാം. സോ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ DVW എന്ന വൾനറബിൾ സോഫ്റ്റ്വെയർ ആണ്. സോ ഇവിടെ എന്തുകൊണ്ട് ഈ വൾനറബിലിറ്റി ഉണ്ടാകുന്നു, എങ്ങനെ ഇത് മിറ്റിഗേറ്റ് ചെയ്യാം, അതായത് എങ്ങനെ നമുക്ക് ഇത് ഫൈൻഡ് ചെയ്യാം, ഇനിയിപ്പോൾ അത് മാത്രമല്ല നമുക്ക് ഈ ഒരു വൾനറബിലിറ്റി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള റെമഡീസ് അതൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു ഡെവലപ്പർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് ആവശ്യം വരും. സോ അതൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത് എന്തൊക്കെ പറയണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. ഇതാണ് ഞാൻ പറഞ്ഞ കമാൻഡ് ഇൻജെക്ഷൻ ലാബ്. സോ ഇത് നമ്മുടെ DVW ആപ്ലിക്കേഷനിൽ തന്നെ ഉള്ളൊരു പ്രാക്ടിക്കലാണ്. സോ നമ്മളുടെ ഈ DVWയ്ക്കകത്ത് കമാൻഡ് ഇൻജെക്ഷൻ പോസിബിൾ ആകുന്നത് ഈ പറയുന്ന ഫീച്ചറിലാണ്. സോ ഇതൊരു വലിയ ആപ്ലിക്കേഷൻ അല്ല, ഒരു ചെറിയ ആപ്ലിക്കേഷനാണ്. പക്ഷേ ഇവിടെ നമുക്കൊരു ചെറിയൊരു ആപ്ലിക്കേഷൻ ഫീച്ചറുണ്ട്. അതായത് ഈ ഒരു പിങ് ഡിവൈസ്, അതായത് നമുക്കൊരു നെറ്റ്വർക്കിലേക്ക് കണക്ടിവിറ്റി, അപ്പോൾ ഒരു ഡിവൈസിലേക്കുള്ള കണക്ടിവിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളെപ്പോഴും പിങ് യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് അവിടെ പിങ് ഗൂഗിൾ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മെഷീനിൽ നിന്ന് ഒരു 4 പാക്കറ്റ്സ് ഗൂഗിളിലേക്ക് സെൻഡ് ചെയ്യും. സോ വിൻഡോസിൻ്റെ കേസിലാണെങ്കിൽ 4 പാക്കറ്റ് സെൻഡ് ആവുകയുള്ളൂ. എന്നാൽ ലിനക്സിൻ്റെ കേസിലാണെങ്കിൽ കണ്ടിന്യൂസ്ലി കുറേ പാക്കറ്റ്സ് ഇങ്ങനെ സെൻഡ് ആയിക്കൊണ്ടേയിരിക്കും. സോ ഈ പാക്കറ്റ്സ് അവിടെ ചെന്നതിന് ശേഷം തിരിച്ച് ആ പാക്കറ്റ്സ് നമുക്കടുത്ത് വരികയാണെങ്കിൽ, അതായത് ഇവിടെ ഞാനിപ്പോൾ 5 പാക്കറ്റ് അയച്ചു, 5 പാക്കറ്റ് തിരിച്ചു വന്നു, അതിനർത്ഥം ഇവിടെ ലോസ് ഒന്നും ഉണ്ടായിട്ടില്ല. സോ കണക്ടിവിറ്റി അവിടെ ഉണ്ട് എന്നാണ് ഇതിൻ്റെ മീനിങ്. സോ നമുക്ക് നെറ്റ്വർക്ക് കണക്ടിവിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് ഈ ഒരു ഫീച്ചർ വെച്ച് ചെക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മളുടെ DVWയ്ക്കകത്ത് അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. നമുക്കിപ്പോൾ ഇവിടെ ഗൂഗിളിൽ നിന്ന് കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ മെഷീനിൽ നിന്ന് ഗൂഗിളിലേക്ക് പിങ് റിക്വസ്റ്റ് സെൻഡ് ചെയ്യും. സോ ആ ഒരു റിക്വസ്റ്റ് ഗൂഗിളിൽ ചെന്നതിന് ശേഷം തിരിച്ച് നമുക്ക് റെസ്പോൺസ് വരും. സോ ഇതാണ് ഇതിൻ്റെ വർക്കിംഗ്. സോ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഉപയോഗവും ഇത് തന്നെയാണ്. ഏതെങ്കിലും ഒരു IP അഡ്രസ്സ് കൊടുക്കുകയാണെങ്കിൽ ആ ഡിവൈസ് ഇപ്പോൾ ലൈവ് ആണോ അല്ലയോ എന്ന് നമുക്കറിയാൻ പറ്റും. സോ ഇവിടെ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താണ്, ഒരു IP അഡ്രസ്സോ ഡൊമൈൻ നെയിമോ ഒക്കെ മാത്രമേ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ. എന്നാൽ ഇവിടെ ഒരു സോഴ്സ് കോഡ് കൊടുത്തിട്ടുണ്ട്. ഈ സോഴ്സ് കോഡ് ചെക്ക് ചെയ്യുമ്പോഴത്തേന് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇതൊരു PHP സ്ക്രിപ്റ്റാണ്. ഇത് നമ്മളുടെ മെഷീനിൽ നിന്ന് ഒരു IP അഡ്രസ്സ് റിക്വസ്റ്റ് ചെയ്യുന്നു. സോ നമ്മൾ IP അഡ്രസ്സ് എൻ്റർ ചെയ്യുമ്പോൾ ടാർഗറ്റ് എന്ന് പറയുന്ന ഈ ഒരു വേരിയബിളിലേക്ക് ഈ IP അഡ്രസ്സ് സേവ് ആവുന്നുണ്ട്. പിന്നീട് ഇതൊരു വിൻഡോസ് മെഷീനിലേക്കുള്ള IP അഡ്രസ്സ് ആണെങ്കിൽ പിന്നീട് IP അഡ്രസ്സ് മാത്രം ആഡ് ചെയ്യും. സോ അതിന് കാരണം ഞാൻ പറഞ്ഞത് ബൈ ഡിഫോൾട്ടായിട്ട് 4 പാക്കറ്റ് മാത്രമേ ഇവർ അയക്കുകയുള്ളൂ വിൻഡോസിലേക്ക്. എന്നാൽ ലിനക്സ് മെഷീൻ ആണെങ്കിലോ അത് എൻലെസ്ലി കുറേ പാക്കറ്റ്സ് അയച്ചുകൊണ്ടേയിരിക്കും. സോ അതുകൊണ്ടാണ് ഇവിടുത്തെ ഈ ഒരു കമാൻഡിനുള്ളിൽ, ഈ ഒരു കോഡിനുള്ളിൽ അവർ വിൻഡോസ് ലിനക്സ് എന്ന് പ്രത്യേകം പറയുവാൻ കാരണം. സോ ഇവിടെ നമുക്കറിയാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ടാർഗറ്റ് ചെയ്യുന്ന ലിനക്സ് മെഷീൻ ആണെങ്കിലോ ഞാൻ പറഞ്ഞ പോലെ എൻലെസ് ആയിട്ട് ട്രാഫിക് പൊക്കോണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ -C4, അതായത് കൗണ്ട് 4 ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ ലിനക്സ് മെഷീൻ ആണെങ്കിൽ 4 പാക്കറ്റ് മാത്രമേ സെൻഡ് ആകാൻ പാടുള്ളൂ. അതാണ് ഇതിൻ്റെ മീനിങ്. പക്ഷേ നമ്മളുടെ ഉദ്ദേശം ഈ ഒരു കോഡ് മനസ്സിലാക്കുക എന്ന് മാത്രമല്ല, ഇതിലെ വൾനറബിലിറ്റി മനസ്സിലാക്കുക എന്നുള്ളതാണ്. സോ ഇവിടെ നമ്മൾ എൻ്റർ ചെയ്യുന്ന വാല്യൂ ഒരു IP അഡ്രസ്സ് ആണോ അല്ലെങ്കിൽ ഡൊമൈൻ ആണോ എന്നൊന്നും ചെക്ക് ചെയ്യാനുള്ളൊരു ഫീച്ചർ ഇവിടെ ഇല്ല. നിങ്ങൾക്കൊരു പ്രോഗ്രാമിംഗ് ബേസ് ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഈഫ് ലൂപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഒരു ഈഫ് കണ്ടീഷൻ, അതായത് നമുക്ക് ഈ ഒരു ബോഡിക്കുള്ളിൽ ഒരു ഈഫ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന IP അഡ്രസ്സ്, അതായത് ടാർഗറ്റ് = IP അഡ്രസ്സ്, ഇതൊരു IP ആണോ അല്ലയോ നമുക്ക് കൺഫേം ചെയ്യണം. ഓക്കെ, എങ്കിൽ മാത്രമേ നമുക്കിത്, ഈ ഒരു കൺഫർമേഷൻ കിട്ടിയിട്ട് മാത്രമേ നമുക്കിതൊരു സെർവറിലേക്ക് സെൻഡ് ചെയ്യാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമേ അതൊരു ഫോം വാലിഡേഷൻ ആവുകയുള്ളൂ. എന്നാൽ ഈ ഒരു കോഡിൽ യാതൊരു തരത്തിലുള്ള സെക്യൂരിറ്റി മെക്കാനിസവും ഇംപ്ലിമെൻ്റ് ആക്കിയിട്ടില്ല. അതായത്
നമ്മൾ എൻ്റർ ചെയ്യുന്ന വാല്യൂ ഒരു IP അഡ്രസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുവാൻ ഒരു മെത്തേഡും ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല. സോ അതുകൊണ്ടാണ് ഈ വൾനറബിലിറ്റി ഇവിടെ ഉണ്ടാകുന്നത്. ഇവിടെ ഇപ്പം IP അഡ്രസ്സിന് പകരമായിട്ട് ഞാൻ ഒരു ലിനക്സ് കമാൻഡ് കൊടുക്കാൻ വിചാരിക്കുക. ഞാൻ ജസ്റ്റ് LS കൊടുക്കുകയാണ്. സോ ഇവിടെ ഇവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് IP അഡ്രസ്സ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഡയറക്റ്റ്ലി പോയിട്ട് ഒരു IP അഡ്രസ്സ് കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ലിനക്സ് കമാൻഡ് കൊടുക്കുകയാണെങ്കിൽ ഇതവിടെ എക്സിക്യൂട്ട് ആവുകയില്ല. സോ അതിന് പകരം ഞാൻ എന്ത് ചെയ്യും, ഞാനൊരു IP അഡ്രസ്സ് കൊടുത്തിട്ട് ഒരു സെമിക്കോളൻ ആഡ് ചെയ്തിട്ട് അവിടെ LS കമാൻഡ് കൊടുക്കും. സോ ഇപ്പോൾ ഇതിൻ്റെ ഒരു കമാൻഡ് ഇതിൻ്റെ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ്. അതായത് ഈ ലിനക്സ് കമാൻഡിൽ ഈ സെമിക്കോളൻ വെച്ച് ഇത് എൻഡ് ചെയ്തിട്ട് അടുത്തായി ഒരു പുതിയ കണ്ടന്റ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ സെമിക്കോളൻ കാണുമ്പോൾ ഇത് ഇവിടെ നിന്ന് സ്റ്റോപ്പ് ആയെന്നാണ് അവർ മീൻ ചെയ്യുന്നത്. പിന്നീട് LS കമാൻഡ് ലോഡാവും. സോ ഇപ്പം നോക്കുകയാണെങ്കിൽ LS കമാൻഡിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാൽ ആ സെമിക്കോളിന് ശേഷം വരുന്ന റിസൾട്ട് നോക്കൂ. ഇവിടെ ഈ കാണുന്ന റിസൾട്ട് ഹെൽപ്പ് ഇൻഡെക്സ് PHP ഇത് നമ്മളുടെ മെഷീനിലുള്ള, അതായത് എൻ്റെ കാലി മെഷീനിലുള്ള ഫയൽസാണ്. ഓക്കെ, സോ അതായത് നമ്മളുടെ LS കമാൻഡ്, നമ്മളുടെ IP അഡ്രസ്സ് കൊടുത്തതിന് ശേഷം സെമിക്കോളിന് ശേഷമുള്ള LS കമാൻഡ് എക്സിക്യൂട്ടായി. പിന്നീട് മെഷീനിലുള്ള ഫയൽസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ്. സോ ഇങ്ങനെയാണ് ഒരു കമാൻഡ് ഇൻജക്ഷൻ വർക്കാകുന്നത്. ഓക്കെ, സോ ഞാനിപ്പോൾ ഒരു കാര്യം കാണിച്ചു തരാം. ഇവിടെ ഞാനിപ്പോൾ സെമിക്കോളൻ കൊടുത്തിട്ട് ജസ്റ്റ് PWD കൊടുക്കുകയാണെങ്കിൽ എൻ്റെ ഈ മെഷീൻ്റെ വർക്കിംഗ് ഡയറക്ടറി അറിയാൻ പറ്റും. അതായത് ഈ DBW ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നത് ഈ ലൊക്കേഷനിലാണ്, var www HTML DBWA vulnerabilities. സോ ഇതിപ്പോൾ ഞാൻ എൻ്റെ ലിനക്സ് മെഷീൻ ഓപ്പൺ ആക്കിയിട്ട് ഇതാ ഞാൻ പറഞ്ഞ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്, vulnerabilities exe, vulnerabilitiesനകത്ത് exe. സോ ഇതാ നോക്കൂ, നമ്മൾ മുമ്പ് LS കമാൻഡ് കണ്ട അതേ ഫയൽസ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഇവിടെ ഞാൻ റൂട്ടാക്കി ഓപ്പൺ ചെയ്തിട്ട് ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. HackerOne. ഓക്കെ, സോ ഇവിടെ HackerOne എന്നൊരു ഫയൽ ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഇനി ഞാൻ LS കമാൻഡ് കൊടുക്കുമ്പോഴത്തേന് നോക്കൂ, ഞാൻ ക്രിയേറ്റ് ചെയ്ത ഫയൽ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്, HackerOne. സോ ഇങ്ങനെയാണ് ഈ ഒരു കമാൻഡ് എക്സിക്യൂട്ട് ആകുന്നത്. സോ ഞാനിപ്പോൾ ഒരു ഇൻപുട്ട് കൊടുക്കുമ്പോഴത്തേന്, സോ ഈ ഒരു ഇൻപുട്ട് അക്സെപ്റ്റ് ചെയ്യേണ്ട ഫീൽഡാണ് ഈ കാണുന്നത്. ഓക്കെ, ഈ ഇൻപുട്ട് ഫീൽഡിലേക്ക് ഞാനൊരു കമാൻഡ് ഇൻജക്റ്റ് ചെയ്യുന്നു. സോ ഈ ഒരു കമാൻഡ് ഈ ഒരു ഇൻപുട്ട് ഫീൽഡ് അക്സെപ്റ്റ് ചെയ്തിട്ട് ഇത് നമ്മളുടെ OSലാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതിനുശേഷം ആ ഒരു റിസൾട്ട് നമുക്കിവിടെ വരുന്നു. സോ ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇവിടെ ഇപ്പോൾ ഞാൻ സെമിക്കോളൻ കൊടുത്തിട്ട് ടച്ച് കമാൻഡ് കൊടുത്തു. ഇനിയിപ്പോൾ സെമിക്കോളൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കമാൻഡ്സ് വർക്കാവും നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്ക് വേണേൽ പൈപ്പ് സിമ്പിൾ കൊടുത്ത് നോക്കാം. സോ പൈപ്പ് സിമ്പിൾ ഇവിടെ അക്സെപ്റ്റ് ചെയ്യേണ്ടതാണ്, കാരണം ഇത് ഓറാണ് ഇതിൻ്റെ മീനിങ്. പൈപ്പ് ഇവിടെ അക്സെപ്റ്റ് ആകുന്നുണ്ട്. നമുക്ക് ആൻഡും കൊടുത്ത് നോക്കാം. നമുക്ക് 127.0.0.1 പിന്നീട് ആൻഡ് സിമ്പിൾ കൊടുത്തിട്ട് LS കൊടുത്ത് നോക്കാം. സോ IP അഡ്രസ്സും LSഉം ഇതാണ് ഇതിൻ്റെ മീനിങ്. ഓക്കെ, സോ ഇവിടെ അത് വർക്കായിട്ടില്ല, പൈപ്പ് സിമ്പിൾ വർക്കായിട്ടുണ്ട്. ഓക്കെ, ഇവിടെ വർക്കായിട്ടുണ്ട്, നോക്കൂ. ഓക്കെ, സോ ഇങ്ങനെയാണ് ഇത് വർക്കാകുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് ഞാൻ ജസ്റ്റ് LS കമാൻഡ് മാത്രം കൊടുത്താലും ഇത് വർക്കാവില്ല, കാരണം അവിടെ ഒരു കമാൻഡിൻ്റെ സെപ്പറേഷൻ വേണം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ ജസ്റ്റ് ടച്ച് ഹാക്ക് എന്ന് കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഇൻപുട്ടൊന്നും വന്നിട്ടില്ല, പക്ഷെ നോക്കൂ. ഓക്കെ, ഞാൻ ഹാക്ക് എന്നാണ് കൊടുത്തത്, ആ ഒരു ഫയൽ അവിടെ ക്രിയേറ്റ് ആയി. സോ ഇനി ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. ജസ്റ്റ് സെമിക്കോളൻ കൊടുത്തിട്ട് ഞാൻ RM ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ആ ഫയൽ പോയി. സോ ഇങ്ങനെ നമ്മുടെ മെഷീനിലേക്ക് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ്.
സോ ഇതേ കേസ് തന്നെ നമുക്ക് മൾട്ടിപ്പിൾ രീതിയിലും ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ ഇവിടുത്തെ സെക്യൂരിറ്റി ലെവൽ ഞാൻ കൂട്ടി നോക്കുകയാണ്. ഞാനിപ്പോൾ ഇത് മീഡിയം ലെവലാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ തിരിച്ച് കമാൻഡ് ഇഞ്ചക്ഷന് വരുമ്പോഴത്തേന് സബ്മിറ്റ് ചെയ്തു. നോക്കൂ, അത് വർക്കാവുന്നില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി സോഴ്സ് കോഡ് ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേന് നമുക്കൊരു കാര്യം ഇവിടെ മനസ്സിലായിട്ടുണ്ട്. നോക്കൂ, ഇവിടെ ആൻഡ് സിമ്പിളും സെമി കോണും എല്ലാം ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അതായത് നമ്മൾ എപ്പോഴെങ്കിലും ഒരു IP അഡ്രസ് കൊടുത്തിട്ട് സെമി കോളൻ LS കൊടുക്കുകയാണെങ്കിൽ ഈ സെമി കോളനെ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആൻഡ് സിമ്പിളിനെ അവർ ക്ലിയർ ആയിട്ട് ഒരു ബ്ലാങ്ക് സ്പേസ് ആയിട്ട് മാറ്റിയിരിക്കുകയാണ്, ഇതിനെ റീപ്ലേസ് ചെയ്തിരിക്കുകയാണ്. സോ ഇതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. സോ ഇൻ ഷോർട്ട്, ഇതിനെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ കൊടുക്കുന്ന സെമി കോളനെയോ അല്ലെങ്കിൽ ഡബിൾ ആൻഡ് സിമ്പിളിനെയോ ഒക്കെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ലാസ്റ്റ് ടൈം നമ്മൾ പൈപ്പ് സിമ്പിൾ കൊടുത്തപ്പോൾ അത് വർക്കായിട്ടുണ്ടായിരുന്നു. എന്നാൽ പൈപ്പ് സിമ്പിളിനെ ഇവിടെ അവർ ബ്ലോക്ക് ആക്കിയിട്ടില്ല. സോ നമുക്ക് പൈപ്പ് സിമ്പിൾ വെച്ച് ട്രൈ നോക്കാൻ പറ്റും. നോക്കൂ, ഇപ്പോൾ ഇത് വർക്കായിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മൾ ഓരോ വണ്ടർബിൾ കേസുകളും ട്രൈ നോക്കുന്നത്. ഇനി ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ലെവൽ ഞാൻ മാറ്റി ഹൈ ലെവലാക്കിയിട്ടുണ്ട്. സോ ഞാൻ ഒരിക്കൽ കൂടി ട്രൈ നോക്കുകയാണ്. ഇവിടെ ഞാനിപ്പോൾ പോയിട്ട് DBWS സെക്യൂരിറ്റി മാറിയിട്ടുണ്ട്. പഴയ പോലെ പൈപ്പ് സിമ്പിൾ കൊടുത്ത് നോക്കാം. ഓക്കെ, സോ ഇവിടെ വർക്കാകുന്നുണ്ട്. നോക്കൂ, പിന്നെ വർക്കാകുന്നുണ്ട്. സോ ഇവിടെ ഞാൻ സെമിക്കോളം കൊടുത്താൽ അത് വർക്കാകില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ പോയിട്ട് സോഴ്സ് നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കൂ, ഇവിടെ എല്ലാം ബ്ലോക്ക് ആക്കിയിട്ടുണ്ട്. അതായത് പൈപ്പ് സിമ്പിൾ, സിംഗിൾ പൈപ്പ് സിമ്പിളും ഡബിൾ പൈപ്പ് സിമ്പിളും ബ്ലോക്ക് ആക്കിയിട്ടുണ്ട്, ആൻഡ് സിമ്പിൾ ബ്ലോക്ക് ആക്കിയിട്ടുണ്ട്, ഡോളർ, അങ്ങനെ എല്ലാ സിമ്പിളും ബ്ലോക്ക് ആക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഞാൻ പൈപ്പ് സിമ്പിൾ കൊടുത്തപ്പോൾ വർക്കായി. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നോക്കുകയാണെങ്കിൽ നോക്കൂ, ഇവിടെ ഈ പറയുന്ന പൈപ്പ് സിമ്പിളിന് ശേഷം ഒരു സ്പേസ് ഉണ്ട്. സോ നമ്മുടെ ഇൻപുട്ടിനെ ബേസ് ചെയ്തായിരിക്കും ഈ ഒരു കമാൻഡ് വയലേഷൻ നടക്കുന്നത്. സോ ഇവിടെ ഞാനിപ്പോൾ കൊടുക്കുന്നത് പൈപ്പ് സിമ്പിൾ ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഞാൻ കൊടുക്കുന്ന ആൻഡ് സിമ്പിൾ ആണെങ്കിൽ ഉറപ്പായിട്ടും അത് ബ്ലോക്ക് ആകും. അതിന് കാരണം എന്താണ്, ഇവിടെ ആൻഡ് സിമ്പിൾ ബ്ലാങ്ക് സ്പേസ് ആയിട്ട് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ആൻഡിന് പകരം അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു ഡോളർ കൊടുത്തിരിക്കുകയാണെങ്കിലും ഇത് തന്നെ സംഭവിക്കും. ഇതിനൊരു ബ്ലാങ്ക് സ്പേസ് ആയിട്ട് മാറ്റും. പക്ഷേ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു കാര്യം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ പറയുന്ന കോഡ്സ് പൈപ്പ് സിമ്പിൾ കഴിഞ്ഞൊരു സ്പേസ് വന്നിട്ടുണ്ട്. ഇതുകൊണ്ട് ഈ ഒരു ഈഫ് കണ്ടീഷൻ എന്ത് ചെയ്യും, അത് ചെക്ക് ചെയ്യുമ്പോഴത്തേന് നമ്മൾ കൊടുക്കുന്ന പൈപ്പ് സിമ്പിളിന് ശേഷം സ്പേസ് ഉണ്ടോ എന്ന് നോക്കും. സ്പേസ് ഉണ്ടെങ്കിൽ ഇത് ബ്ലോക്ക് ആകും. കാരണം സ്പേസിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. ഇതൊരു പ്രോഗ്രാമിംഗ് മിസ്റ്റേക്കാണ്. അതുകൊണ്ടാണ് ഇവിടെ ഈ സ്പേസ് ആടാകാൻ കാരണം. സോ ഈ സ്പേസ് ഉള്ളത് കൊണ്ട് ഇത് രണ്ടും രണ്ടാണ്. അതായത് സിംഗിൾ കോഡ്സ് പൈപ്പും കോഡ്സിനുള്ളിൽ വരുന്ന പൈപ്പും സ്പേസും രണ്ടാണ്. ഓക്കെ, അതാണ് ഇവിടെ ഈ ഒരു അറ്റാക്ക് പിന്നെ നടക്കാൻ കാരണം. സോ ഇവിടെ ഞാൻ വന്നിട്ട് പൈപ്പ് സിമ്പിൾ കൊടുത്തിരിക്കുകയാണ്. പൈപ്പ് സിമ്പിളും സ്പേസും LSഉം കൊടുക്കുകയാണെങ്കിൽ ഇതൊരിക്കലും വർക്കാകില്ല. കാരണം എന്താണ്, അതവിടെ ബ്ലോക്ക് ആകും. സോ ഇങ്ങനെയാണ് കമാൻഡ് ഇഞ്ചക്ഷൻ വർക്ക് ചെയ്യുന്നത്. നമ്മളിപ്പോൾ DBW ചെയ്തിരിക്കുന്നത് ഒരു ബേസിക് ആയിട്ടുള്ള കമാൻഡ് ഇഞ്ചക്ഷൻ മാത്രമാണ്. ഇനി വരുന്ന അഡ്വാൻസ് ലാബിലൊക്കെ നമുക്ക് പലതരത്തിലുള്ള കമാൻഡ് ഇഞ്ചക്ഷൻ ട്രൈ ചെയ്യേണ്ടതായിട്ട് വരും. സോ ഇപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ പറയുന്ന സാപ്പ് എന്ന ടൂൾ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. സോ ഇവിടെ നമുക്ക് സാപ്പിൻ്റെ ആവശ്യം വന്നിട്ടില്ല, നമുക്ക് സാപ്പ് ഉപയോഗിച്ച് ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഈ ഒരു കേസിൽ ഞാനിപ്പോൾ ചെയ്തപ്പോൾ തന്നെ ഞാൻ കുറച്ച് കമാൻഡ്സേ കൊടുത്തിട്ടുള്ളൂ. എന്നാൽ നമുക്ക് ഒരുപാട് കമാൻഡ്സ് ട്രൈ നോക്കേണ്ട ആവശ്യം വരുവാണെങ്കിൽ നമുക്ക് സാപ്പ് ഉപയോഗിക്കാം. സോ ഇവിടെ നമ്മൾ ഈ പറയുന്ന ഇഞ്ചക്ഷൻ അറ്റാക്ക് വരുമ്പോഴത്തേന് ഈ കാണുന്ന ലെഫ്റ്റ് സൈഡ് നമുക്കൊരു ബ്രേക്ക് പോയിൻറ്റ് സെറ്റ് ചെയ്യാം. ബ്രേക്ക് പോയിൻറ്റ് സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ കൊടുക്കുന്ന എന്ത് വാല്യൂവും സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേന് ഇവിടെ റിക്വസ്റ്റ് ആയിട്ട് കാണിക്കും. അതായത് ബാക്ക്ഗ്രൗണ്ടിൽ പോകുന്ന കണ്ടൻറ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. സോ ഞാൻ കൊടുത്ത ഇൻപുട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്സ് പോവുകയാണെങ്കിൽ അതിൻ്റെ റെസ്പോൺസ് നമുക്കിവിടെ ബ്രൗസറിൽ വരുന്ന മുമ്പ് തന്നെ കാണാൻ പറ്റും. സോ ഇങ്ങനെ ഓരോ കേസുകൾക്കും നമുക്ക് ഈ സാപ്പ് ഉപയോഗിക്കാൻ പറ്റും.
സോ നമ്മൾ ഫസ്റ്റ് ടൈമിൽ ബ്രൂട്ട് ഫോഴ്സിങ് ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ നമുക്ക് സാപ്പ് ഉപയോഗിച്ച് ഇത് ചെയ്യാൻ പറ്റും. സോ ഇത് നോക്കൂ, ഇവിടെ സെർവറിൽ നിന്ന് ബ്രൗസറിലേക്ക് വരുന്ന റെസ്പോൺസ് നമുക്കിങ്ങനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റി. സോ ഇങ്ങനെയൊക്കെ നമുക്ക് ഓരോ ഉപയോഗങ്ങളും ഈ ഒരു സാപ്പ് ആപ്ലിക്കേഷൻ കൊണ്ടുണ്ട്. സോ അതേപോലെ നമുക്കിപ്പോൾ വേണമെങ്കിൽ ഈ പറഞ്ഞ റിക്വസ്റ്റ് നമുക്ക് LS കമാൻഡ് കൊടുത്തു, LS വർക്കായി, അല്ലെങ്കിൽ പല കമാൻഡ്സ് കൊടുത്ത് വർക്കായി. എന്നാൽ ചില വർക്ക് ആവണമെന്നില്ല, ചില കമാൻഡ്സൊക്കെ ബ്ലോക്ക് ആകും. സോ ആ ഒരു കേസ് നമുക്കൊരു കാര്യം ചെയ്ത് നമുക്ക് ജസ്റ്റ് സെമിക്കോളം കൊടുത്ത് LS കൊടുത്ത് സബ്മിറ്റ് ചെയ്യാം. സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേന് ഈ റിക്വസ്റ്റ് നേരെ എവിടെ പോവും? നമ്മളുടെ സാപ്പിലെത്തുന്നുണ്ട്. ഇതായിരുന്നു ആ റിക്വസ്റ്റ്. ഓക്കെ, സോ ഇതിപ്പോൾ വന്നിരിക്കുന്ന ഒരു URL എൻകോഡർ ഫോമാറ്റിലാണ്. നമുക്ക് മുമ്പ് ചെയ്ത പോലെ ഇതിനെ നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ ഫസ്സിലേക്ക് സെൻഡ് ചെയ്ത് അവിടെ നമുക്ക് പല കമാൻഡ്സും ട്രൈ നോക്കാൻ പറ്റും. സോ ഇത് നമ്മൾ ബ്രൂട്ട് ഫോഴ്സിങ് ഓൾറെഡി ചെയ്തതാണ്. നമുക്ക് വേണമെങ്കിൽ പലതരത്തിലുള്ള കമാൻഡ്സ് ഇവിടെ ഇൻജെക്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും. ഒരു പേരോട് ഉണ്ടാക്കിയിട്ട് അത് ട്രൈ നോക്കാൻ പറ്റും. സോ അതല്ലെങ്കിൽ നമുക്ക് പല സിമ്പിൾസ് $, അങ്ങനെ പല സിമ്പിൾസ് വെച്ച് ട്രൈ നോക്കാൻ പറ്റും. സോ ഇങ്ങനെ പല പോസിബിലിറ്റീസ് നമുക്കിവിടെ ഉണ്ട്. സോ നമുക്ക് എന്നാൽ ഈ ഒരു ലാബ് സോൾവ് ചെയ്യാൻ വേണ്ടി സാപ്പിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. സോ നമുക്ക് ഈ വരും സെഷനിലെല്ലാം നമുക്ക് സാപ്പിൻ്റെ ആവശ്യം വരും. ഈ പറഞ്ഞ CSRF അല്ലെങ്കിൽ ഫയർ ഇംഗ്ലീഷ് തുടങ്ങിയ ലാബ്സൊക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് സാപ്പ് ഉപയോഗിച്ചും ചെയ്യാൻ പറ്റുന്നതാണ്, അല്ലാതെയും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കമാൻഡ് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു.